അച്ഛനാണെങ്കിൽ ഒരു ഓട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടോ ചാ? വളരെ സ്മൂത്താണ്, ജെറ്റ് പോകുന്ന പോലെ പോകുന്നത്. അച്ഛനാണ് വേണ്ട പറക്കും കേട്ടോ വണ്ടിയായിട്ട്. ഡ്രൈവിംഗ് വളരെ സുഖമാണ്. എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാല്ലേ? സ്മൂത്ത് ആയിട്ടുണ്ട്, അധികം പണിയെടുക്കണ്ട. ഇതാണ് നമ്മുടെ ഗുഡ്സ് കേട്ടോ. കേടിങ്ങമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പൻ രഘുഡോൺ. ഗയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ ഒരു ഓട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അച്ഛാ നമുക്ക് പോയി നോക്കാം. ഇത് നമ്മളെ ഒരു വണ്ടി, ആദ്യത്തെ വണ്ടി കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വണ്ടിയാണ്. നമുക്ക് മൂന്നാമത്തെ ഒരു വണ്ടി, പുതിയൊരു മോഡൽ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കറിയാനും കേൾക്കാനും അതിനുശേഷം നമുക്കത് സെലക്ട് ചെയ്യാനുമായിട്ട് നമുക്കിപ്പോൾ പോവാം. നമ്മളൊരു പുതിയ ഓട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി. 2 വർഷമായി. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഓട്ടോയാണ്. അപ്പോൾ ഇതങ്ങോട്ട് സെറ്റാകുന്നില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ നമ്മളെ അച്ഛന് വേണ്ടി വേറൊരു വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് ഷോറൂമിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി എത്രാമത്തെ മോഡലായത്? ഇത് 2003. 2003 അല്ലേ? അപ്പം ഇതിന് മുമ്പ് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അത് ഏകദേശം നമ്മുടെ വീട്ടിൽ എത്ര വർഷം ഉണ്ടായിരുന്നു വണ്ടി? നമ്മുടെ വീട്ടിലൊരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തീർന്നപ്പോൾ അത് കയറ്റിയിട്ടല്ലേ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര പഠിക്കുമ്പോഴാണ്, ഞാൻ 6ലോ 7ലോ കണ്ട് പഠിക്കുമ്പോഴാണ് വണ്ടിയിലടാ. നീ എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ്? 4 പഠിക്കുമ്പോൾ. ഇപ്പോൾ 4 പഠിക്കുമ്പോഴായിരുന്നു ആ ഓട്ടോ. ആ ഓട്ടോക്കകത്തായിരുന്നു നമ്മളെല്ലാവരും ഇല്ലച്ചാ. അതിൻ്റെ അകത്തായിരുന്നു ഞങ്ങളുടെ യാത്രയെല്ലാം. ഇതിനകത്താണെങ്കിൽ ഇരിക്കാനുള്ള സ്പേസ് കുറവാണ്. ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് പോയെന്ന് പറഞ്ഞാലും ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറവാണ്. ഇവിടെ ഈ ഓട്ടോ ഒന്ന് മാറ്റാനുള്ള പ്ലാനിലാണ് ഇല്ലാച്ചാ. അപ്പം ഇത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. 3 പേർക്ക് കഷ്ടിച്ചേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പം ഇതിന് മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? ബാക്കിയെല്ലാം ഓക്കെയാണ്. വണ്ടിക്കകത്ത് അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചെറിയ വണ്ടിയാണ് കേട്ടോ ഇത്. അതാ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇരുന്ന് ഓടിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ നമ്മുടെ കാലിടിക്കും. കാല് മടക്കി വെച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ് ഇത് ഓടിക്കുമ്പോഴത്തേന്. വണ്ടി അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ്, നല്ല മൈലേജും കാര്യങ്ങളും എല്ലാമാണ്. പക്ഷേ സൗകര്യക്കുറവില്ലേ? സൗകര്യക്കുറവുണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ പഴയ ഓട്ടോ അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ കയറ്റിയിട്ടേക്കുമായിരുന്നു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് കൊടുക്കുന്നില്ല. ഇത് കൊടുക്കുന്നില്ല. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അച്ഛൻ പറയുന്നത് ഇലക്ട്രിക് വണ്ടി നോക്കാൻ വന്നല്ലേ? ഇലക്ട്രിക് വണ്ടി അല്ലേ? അപ്പം ഇലക്ട്രിക് വണ്ടി നോക്കാൻ വേണ്ടിയാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പം ഞങ്ങൾ വേണ്ടി ഇപ്പം ഷോറൂമിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം പോവാച്ചാ? അപ്പം ഞങ്ങൾ വേണ്ട പോവാം കേട്ടോ. ഷോറൂമിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മൾ ഏത് വണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെ ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഷോറൂമിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളിത് ഷോറൂമിൽ എത്തി കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ കീ ഹാൻഡ് ഓവറിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അതേ പുതിയ വണ്ടികളൊക്കെ ഇറങ്ങാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം ഇല്ല ചാ? അതെ. വണ്ടിയൊക്കെ നിരത്തിയിട്ടേക്കുന്ന കണ്ടില്ലേ? എല്ലാ അടിപൊളി വണ്ടികളാണ് കേട്ടോ. അച്ഛനപ്പോൾ ഇവിടെ നിന്നിട്ട് വണ്ടിയുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുക അല്ലേ ചാ? അതെ. വെറൈറ്റി ഡിസൈനാണ് എല്ലാം. വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടി ഇത് അവിടെ ഡെലിവറി ചെയ്യാനായിട്ട് പോകും കേട്ടോ. ഇത് വണ്ടി എടുക്കാനായിട്ട് വണ്ടി നോക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ടോ നമ്മുടെ വണ്ടിയൊക്കെ? കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാനായിട്ട് തീരുമാനിച്ചത്? സെയിൽസാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണല്ലേ? അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എടുക്കുന്നതിൽ എന്താണ് പറയാനുള്ളത്? നല്ലതാണല്ലേ? അപ്പം ചേട്ടനെടുത്ത ഈ വണ്ടിയാണ് കേട്ടോ. കടയിലേക്ക് സെയിൽസും കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. നല്ല ഒരു പോസിറ്റീവായ എനിക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അതെ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ ജോയൽ, അദ്ദേഹവും നല്ല കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ. പിന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പം ഇനിയും ഈ പ്രസ്ഥാനവും ഇതിലുള്ള ബാക്കിയുള്ള സ്റ്റാഫും വളരെ ഉയർന്ന് മുന്നോട്ട് പോകണം. ഇത് ഈ ഒരു സംരംഭം വളരെ ഉന്നതങ്ങളിലോട്ട് പോകണം എന്നാണ് എൻ്റെ ശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ നേണ്ട ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ചേട്ടാ. നമ്മളും വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ അച്ഛന് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ചേട്ടനൊക്കെ പറയുന്നത് സൂപ്പർ വണ്ടിയാണ്. ഇതാണ് എടുത്തല്ലേ? ഇതാണ് എടുത്തത് കാര്യങ്ങൾ. സാറാണ് ഇവിടുത്തെ. സാർ എന്തുകൊണ്ട്?
ഹാപ്പി അല്ലേ? ഹാപ്പി. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേന് ഇതേ വണ്ടിയെല്ലാം ഡെലിവറി ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവേലിക്കലുള്ള പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഇത് നല്ലൊരു ദിവസം കൂടെ ആണല്ലേ? ചിങ്ങമാസത്തിലെ 1-ാം തീയതിയാണ് പോയത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വണ്ടിയാണ് നോക്കാൻ വന്നേക്കുന്നത്? നമ്മൾ ഒരു പാസഞ്ചർ വണ്ടിയും അതുപോലെ തന്നെ ഒരു ഗുഡ്സ് വണ്ടിയാണ് നമ്മൾ നോക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ടാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. ഇല്ല ചാ? അതെ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അച്ഛനാണ് ഇവിടെ വന്നപ്പോൾ ഏതെടുക്കണമെന്ന് അറിയത്തില്ല. അച്ഛൻ എല്ലാ വണ്ടിയും എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വണ്ടി നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം അച്ഛന് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛാ, എന്തോ പറ. നമുക്ക് ടി വി എസിൻ്റെ പുതിയ മോഡലുകളിലുള്ള വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ്. നമുക്കൊരു പാസഞ്ചർ വണ്ടിയും വേണം, ഒരു ഗുഡ്സ് ക്യാരിയർ വണ്ടിയും വേണം. രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? സി എൻ ജി മാത്രമല്ല, സി എൻ ജി ഉണ്ട്, പെട്രോളും ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. സി എൻ ജി വരുമ്പോൾ നമുക്ക് ഇതാണ് മോഡൽ വരുന്നത്. നമ്മൾ ബോഡി വർക്ക് എല്ലാം ചെയ്ത് എല്ലാ വണ്ടികളിലും ഇപ്പോൾ പെട്രോൾ വണ്ടി ആണെങ്കിൽ നമ്മൾ ബോഡി വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല, ഒരു രൂപയുടെ ചിലവില്ല. എല്ലാം നമ്മൾ ലോണിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. അപ്പം ഇതാണ് നമ്മുടെ പെട്രോൾ വണ്ടി. ഇപ്പം ഇന്ത്യയിൽ ടി വി എസ് മാത്രമേ ഉള്ളൂ പെട്രോൾ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ നമ്മളപ്പോൾ എല്ലാം ഫുള്ള് ബോഡി വർക്കും കാര്യങ്ങളും ഗ്രില്ലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് വണ്ടി വന്നിട്ട് ഫുള്ള് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, 3-4 കളറുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ട് ഇപ്പോൾ ഓണത്തിനേക്കുള്ള വണ്ടി വന്നിരിക്കും. ഇപ്പം 10 വണ്ടി വന്നിരിക്കുക. അപ്പോൾ ഓണത്തിനേക്ക് ആർക്കും സ്റ്റോക്കിനൊന്നും ഒരു കുറവും കാര്യങ്ങളൊന്നും വരില്ല. വരിക, ബുക്ക് ചെയ്യുക, വണ്ടിയും കൊണ്ട് പോവുക. 3 നമുക്ക് വണ്ടി ഇറക്കാം, ഒരു താമസം ഒന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ അങ്കിൾ നോക്കുന്ന വണ്ടി. ഇതാണ് ഇലക്ട്രിക് വണ്ടി, ഇതാണ് വരുന്നത്. അതെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ അകവും കാര്യങ്ങളൊക്കെ. അപ്പം ഇതെല്ലാം ഇത് കണ്ടിട്ട് സിമ്പിളായിട്ട് തോന്നുന്നില്ല എല്ലാ കാര്യങ്ങളെല്ലാം. മറ്റുള്ള വണ്ടിയുടെ കൂട്ടൊന്നുമല്ല. നമുക്ക് ക്ലച്ച്, ഗിയർ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു 3 സ്വിച്ച് മാത്രമാണ്. 3 സ്വിച്ചുകൾ കാര്യങ്ങൾ. ഈ FMR എന്ന് പറഞ്ഞാൽ ഫോർവേഡ് മോഡ് 3 ഗിയർ മരുന്നോട് തന്നെ മോഡുകൾ വരും. മോഡ് വരും. പിന്നെ 6 റിവേഴ്സ്. അപ്പൊ ജസ്റ്റ് നമ്മൾ കീ ഓൺ ചെയ്യുക, സ്വിച്ച് നിൽക്കുക, പോവാ. വണ്ടി ഇപ്പൊ കീ ഓൺ ആക്കിയ സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോർവേഡ് ഞെക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അതെ. അപ്പൊ എന്തായാലും കയറി നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചു കാണിക്കാം. അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ടോ. പക്ഷെ നമുക്ക് ഒന്നും അറിയുന്നില്ലല്ലേ, വണ്ടി പോകുന്നതേ അറിയുന്നില്ല കേട്ടോ. വണ്ടി പക്ക സൈലന്റ് ആണ്. 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് വണ്ടി 3.5 സെക്കൻഡിനുള്ളിൽ 35-40 സ്പീഡിൽ വണ്ടി കയറും. ഇവിടെ കാണാമല്ലോ നമുക്കിപ്പോ. അതെ, സ്പീഡോമീറ്ററിൽ ഫുള്ള് കാണാം, എത്ര ശതമാനം ഉണ്ട്, അത് എത്ര കിലോമീറ്റർ ഓടാനുണ്ട്, വണ്ടി എത്ര കിലോമീറ്റർ ഓടി, കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അറിയാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ട്, ഇൻബിൽഡ് GPS കമ്പനി വെച്ച് വിടുന്നതാണ്. മറ്റുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ GPS ആഡ് ചെയ്യണം, മന്ത്ലി അതിന് റീചാർജ് കാര്യം, ഇതൊന്നും അങ്ങനൊന്നും ഇല്ല. നമുക്ക് ഫോണിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ആപ്പുണ്ട്, TVSന്റെ കണക്ട് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും വണ്ടി എവിടെ ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടി, എത്ര ശതമാനം ചാർജ് ഉണ്ട്, എത്ര ടൈം കുത്തിയിട്ടു, ഇതെല്ലാം നമുക്ക് കസ്റ്റമറിൻ്റെ ഫോണിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സാധാ മോഡിലാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പം നമ്മളിപ്പോൾ ഈ മോഡിൽ ഞെക്കി കഴിഞ്ഞാൽ സിറ്റി മോഡിലായി. സിറ്റി മോഡായപ്പോൾ നമുക്ക് സ്പീഡ് കൂടി, ഒരു 50-55 സ്പീഡിൽ നമുക്ക് വണ്ടി കയറും. പിന്നെ ഒന്നും കൂടെ ഒക്കെ പവർ മോഡാണ്. പവർ മോഡ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കയറും. അങ്ങനെയാണ് വരിക. സ്പീഡിന്റെ കാര്യങ്ങളൊന്നും നമുക്കില്ല, നല്ല പിക്കപ്പും ആണ്. അതായത് നമ്മൾ ഈ മോഡ് മാറി നമ്മൾ സ്പീഡ് മോഡിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമാതിരി ഒരു സൂപ്പർ കാറിനകത്ത് കയറുമ്പോഴത്തേക്ക് കാലം എടുത്ത് പോകത്തില്ലേ, ആ ഒരു ഇതല്ലേ. അതെ, നമ്മൾ മാറുമ്പോൾ ഒലച്ചിലോ കാര്യങ്ങൾ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കയറി അങ്ങ് പോകും വണ്ടി. ഇപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ 4 പേരുണ്ട്. 4 പേര് അപ്രോക്സിമേറ്റ് ഒരു 10-350 കിലോ നമ്മളെല്ലാരും കൂടെ വരും. ഈ കയറ്റമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാ മോഡ്, ഇപ്പൊ എക്കോ മോഡൽ ഏറ്റവും കുറഞ്ഞ മോഡലിൽ അതിൽ വണ്ടി കയറിപ്പോ ഒരു വിഷയമില്ല. ഫസ്റ്റ് ചാർജിങ്ങിന് എത്ര കിലോമീറ്റർ വരെ പോകാൻ പറ്റും? 180. ഓൺ റോഡ് നമുക്ക് 180 കിട്ടുന്നത്. അതെ. സാധാരണ നമ്മുടെ സാധാ ഓട്ടോ ഓടിക്കുന്നതിന്റെ അത്ര പണിയില്ല ഇത് ഓടിക്കുന്നില്ല ബ്രോ. ഇല്ല, പണിയൊന്നും. എന്തോ ക്ലച്ചും ഗിയറും ഇല്ല, പിന്നെ ഒന്നുമില്ല. നമുക്ക് ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് നോർമൽ സ്പീഡ് തന്നെ 40-45 നമുക്ക് വണ്ടി പോകും. പിന്നെ മോഡ് മാറ്റി നമ്മുടെ ഈ നാട്ടിൽ ഓടിക്കേണ്ട കാര്യമില്ല. സിറ്റി ഒക്കെ വരാൻ നേരമാണ് നമുക്ക് മോഡ് മാറ്റിയിട്ട് ഓടിക്കാനായിട്ട് വരേണ്ടത്. അതുമല്ല പിന്നെ വണ്ടി മൂവ് ആവുന്ന പോലും നമ്മൾ അറിയുന്നില്ല കേട്ടോ, നല്ല സ്മൂത്ത് ആണ്. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്പേസും സ്പീഡും കാര്യങ്ങളും മാത്രമല്ല, നമുക്ക് കാറിന്റെ അകത്ത് പോലും ഇല്ലാത്ത ഫീച്ചറിന്റെ അകത്തുണ്ട്. നമ്മൾ കയറ്റത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒന്നും ചവിട്ടിയില്ല, ഇറങ്ങി പോവാ. 3 മിനിറ്റത്തേക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ്.
അതായത് നമ്മള് വണ്ടി ഇപ്പൊ ഒരു കയറ്റത്ത് കൊണ്ട് വണ്ടി ഇറക്കുവാണെങ്കിൽ 3 മിനിറ്റ് വരെ വണ്ടി അനങ്ങാതെ അവിടെ തന്നെ നിന്നോളൂ. നമ്മുടെ ഹിൽ ഹോൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. അത് നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക് സെൻസർ ആണോ അതോ? നമുക്ക് സെൻസർ എന്നല്ല, ഇതിന്റെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട്. അതെ അതെ, എഞ്ചിൻ വണ്ടി വരുമ്പോഴാണ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഞാൻ ആക്സിലേറ്റർ എടുത്തു നിർത്തി, വണ്ടി മുന്നോട്ട് പോകത്തില്ല. അതായത് ഡിസ്പ്ലേയിൽ കാണിക്കും ഹിൽ ഹോൾഡസ്റ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞു. അത് 3 മിനിറ്റത്തേക്ക് വണ്ടി ബാക്കിലോട്ട് പോകത്തില്ല. പിന്നെ നമ്മൾ ആക്സിലേറ്റർ വേണ്ട ഫുള്ള് കൊടുത്തിടും. ഇപ്പൊ നമ്മൾ ഇത്രയും പേരുണ്ട്, അപ്പൊ ഈ കയറ്റം നമ്മൾ കയറ്റാവുന്ന ഒരു വിഷയമൊന്നുമില്ല. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കാന്നുള്ള കാര്യം. ഏത് കയറ്റമാണെങ്കിലും ആർക്കെങ്കിലും ചലഞ്ച് ബേസ് ചെയ്തിട്ടാണെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കയറ്റമാണെങ്കിലും വന്ന് എത്ര പേരെ വെച്ചുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യം. ഇപ്പൊ ചെങ്ങന്നൂർ നിങ്ങളുടെ സ്ഥലം കുത്തനെ കയറ്റമുള്ളതാ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി. ഇപ്പൊ നിങ്ങൾ 3 പേര് കയറിയില്ല, നിങ്ങൾ 3 പേര് കയറിയിട്ട് ഇത്രയും കയറ്റം കയറി നമ്മൾ കയറി കാണിച്ചു. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല ഗൈസ്. അപ്പൊ നമ്മളിതേ വണ്ടിയൊക്കെ ഓടിച്ച് കാണിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഇല്ല ചാ 3 പേര് ഇതിനകത്ത് കയറിയിട്ട് പുല്ല് പോലും അറിയാതാവും. 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പേരുണ്ട്, ഞാൻ 2 ആള്, അങ്ങനെ 2 4 1.5 ഇത് 6.5 ആൾക്കാരാണ് നമ്മളിപ്പോ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് കേട്ടോ. അടിപൊളി കേട്ടോ. എന്താ നമ്മുടെ വണ്ടിയെ പോലും ഇങ്ങനെ കയറിയിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ചേസും ബോഡിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ചേസ് എന്ന ബമ്പർ നമ്മുടെ ബോഡി നമ്മുടെ സാധാ ഓട്ടോയ്ക്ക് ബോഡി. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ആക്സിഡന്റ് വരില്ല, ബമ്പറും കാര്യങ്ങളെല്ലാം പോയി. അതെ, ഇതിന് ആ പരിപാടി ഒന്നുമില്ല. വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ബമ്പറയിൽ വന്ന് ഇടിക്കത്തേ ഉള്ളൂ. ചേസിനും ബോഡിക്കൊന്നും ഒരു കുഴപ്പം. സാധാ നമ്മുടെ ഓട്ടോയ്ക്കകത്ത് നമ്മുടെ ബോഡി ഇരിക്കുന്ന ബമ്പർ കുറെ ആകുമ്പോഴത്തേന് തന്നെ അനങ്ങി പോവില്ലേ. ഇത് അങ്ങനെ ഒന്നുമില്ല. ചേസേന്നാണ് ഡയറക്റ്റ് ചേസേന്നാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. അതാണ്ട് നമ്മുടെ ദാസപ്പൻ എത്ര കിലോ ഉണ്ടാ അത് പറയത്തില്ല, നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഇവർ എത്ര കിലോ ഉണ്ടെന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായില്ലേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി. ഇതിന്റെ അത്ര പരസ്യം ഇല്ലല്ലേ ബ്രോ? ഇത്ര ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇനി കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഓട്ടോയുടെ ലുക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ച് മാത്രമേ നോക്കിയുള്ളൂ. ഇല്ല ചാ, ഓടിക്കുന്നത് കണ്ടു മാത്രം നോക്കിയതേ ഉള്ളൂ, നമ്മൾ ഓടിച്ച് നോക്കിയില്ല. ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വേറെ എന്തൊക്കെയാ ബ്രോ ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള? ഇപ്പൊ ഇത് കമ്പനി രീതിയിലാണ് ഇപ്പൊ ഈ പഴുതയും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളപ്പോ അത് ബോഡി ഒരു കസ്റ്റമറിന് വെളിയിൽ കൊടുത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോ കമ്പനി രീതി സ്റ്റോക്ക് രീതിയിലാണ് വരുന്നത്. ബോഡി വർക്ക് ചെയ്യേണ്ടവർക്ക് അവരുടെ റേറ്റ്, അവർക്ക് റേറ്റ് ഓരോരുത്തർക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ടല്ലോ. 10,000 20,000 30,000. അപ്പൊ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. സ്റ്റീൽ ബോഡി വർക്ക് ഉണ്ട്, സാധാ ഉണ്ട്, ഫുൾ തകടുണ്ട്. അതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഷോറൂമിൽ ചെയ്തു കൊടുക്കും. ഇപ്പൊ അവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടി അവരെല്ലാം അവിടെ നമ്മുടെ തന്നെ ഷോറൂമിലെല്ലാം ചെയ്തതാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ എത്ര കട്ടറിൽ കൂടെ പോയാലും ഇല്ലേ വലിയ അനക്കമില്ല, അറിയുന്ന പോലും ഇല്ല. ഞാൻ കൂടെ നിങ്ങളുടെ പുറകെ അതെ ഒരു അനക്കവും ഇല്ല കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ കടകടാതെ അടിയായിരുന്നു. പക്ഷെ ഗിയർ ചവിട്ടി ചേഞ്ച് ചെയ്ത് ഇതതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിക്കുക, ആക്സിലേറ്റർ എടുക്കുക, പോകുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ഒക്കെ എപ്പോൾ എത്ര വരുന്നത്? നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ട്. അതെ, അത്യാവശ്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മുദ്ര ലോണാണ് കൊടുക്കുന്നത്. സബ്സിഡി, ഗവൺമെന്റ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് മാത്രമല്ല പലിശ കുറവാണ്. പിന്നെ ചെക്ക് ലീഫ് വേണ്ട, ഗ്യാരണ്ടർ വേണ്ട, കരമടച്ച രസീത് വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് സിംഗിൾ ആപ്ലിക്കന്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം എത്ര ഇലക്ട്രിക് വണ്ടി ഇറങ്ങി പോയിട്ടുണ്ട്? അപ്പം നമുക്കിപ്പോ ഒരു 500 പരം വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലൈന്റോ കാര്യങ്ങളോ? കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്. കംപ്ലൈന്റ് ഉള്ളത് നമ്മൾ അപ്പം തന്നെ പരിഹരിക്കും. നമ്മൾ കംപ്ലൈന്റ് ഇല്ല നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന ഇത് ചാർജർപരമായിട്ട് കംപ്ലൈന്റ് വരും. അത് 6 വർഷം 1.5 ലക്ഷം കിലോമീറ്റർ ഫുൾ വാറന്റിയാണ്. ചാർജർ, ബാറ്ററി, മോട്ടോർ, കൺട്രോൾ യൂണിറ്റ് 6 വർഷം 1.5 ലക്ഷം കിലോമീറ്റർ. അത് റീപ്ലേസ്മെന്റ് ഉള്ളതാണ്. അതെ, അതെ. നിങ്ങൾക്ക് കംപ്ലൈന്റ് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഓൺ സ്പോട്ടിൽ വരും. നമ്മളിപ്പോ 24/7 ബ്രേക്ക് ഡൗൺ സർവീസും കൊടുക്കുന്നുണ്ട്. അതിപ്പോ അവധിയായാലും ഇപ്പൊ ഓണമൊക്കെ വരും, ഓണത്തിന്റെ സമയത്തൊക്കെ എല്ലാവരും അടച്ചിട്ടൊക്കെ പോരും. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോറൂമിൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരാനായിട്ട് നമ്മൾ സൈറ്റിൽ വരും. അതിപ്പോ ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ വരും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോവാണെങ്കിൽ അടിപൊളി കേട്ടോ. ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ, ഗ്രില്ലും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രില്ലും കാര്യങ്ങളെല്ലാം വരും. പിന്നെ അതെ, ഫുൾ സേഫ്റ്റിയാണ്. ഏത് തരത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഇപ്പൊ മിററൊക്കെ ആണെങ്കിൽ 180 നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാറിൽ പോലും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരത്തില്ല. അത്യാവശ്യം ഇച്ചിരി വലിയ മിററും കാര്യങ്ങളൊക്കെയാണല്ലേ? അതെ. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയാ ബ്രോ ഉള്ളത്? അതെ, ഫ്രണ്ടിലാണ് നമുക്ക് ബാറ്ററി വരുന്നത്. ടാറ്റയുടെ ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. ടാറ്റയുടെ ബാറ്ററി. അതുകൊണ്ട് പിന്നെ ടാറ്റ അറിയാമല്ലോ, ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും ഇത്ര പാരമ്പര്യവും കാര്യങ്ങളെല്ലാം വരാൻ നേരം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ബാക്ക് സൈഡ് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പിനിയാണ്. ഇതെന്താ ബ്രോ, ടൂൾ ബോക്സ് ആണോ? അല്ല, നമ്മുടെ ചാർജർ ഇതിന്റെ അകത്താണ് വരുന്നത്. ചാർജർ സ്റ്റെപ്പിനിയും ബാക്ക് സൈഡിൽ വരും. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ നമ്മുടെ ഡോറിന്റെ സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും കസ്റ്റമറിന്റെ.
ഇഷ്ടാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാനായിട്ട് പോവാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടില്ല സാധനമൊക്കെ ഇരിക്കും അല്ലേ ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ലൊരു ചാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതെ കടലിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു 2-3 ചാക്കെങ്കിലും കയറി അല്ലേ? കയറും. ഒരു കുഴപ്പമില്ല. ഇത്രയും പേര് കയറിയില്ല. 10 എനിക്ക് തോന്നുന്നു ഇവിടെ 2 ചാക്ക് വരും. ഇല്ലാണോ? ഇല്ല ബ്രോ. അതെ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് 2 സൈഡിൽ ഡോർ നമുക്ക് തുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഇനി അങ്കിളിനെയും കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഓടിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത വണ്ടി ഓടിച്ചു നോക്കാം. ഓക്കെ. അങ്കിൾ ഇതിന്റെ അകത്ത് തന്നെ തൃപ്തിയാണ്. അതെ. അച്ഛൻ സത്യം പറഞ്ഞ അച്ഛന് ഇലക്ട്രിക്കിലോട്ട് മാറാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നില്ല ചാ. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയുണ്ട്. അത് കണ്ടിട്ട് അച്ഛന് ഇത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് വണ്ടി കണ്ട് നമ്മുടെ ബ്രോ ആണെങ്കിൽ നമ്മളെ ഓടിച്ച് വണ്ടിയുടെ A to Z കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് തന്നു. ഇനി അച്ഛൻ വണ്ടി ഓടിച്ചാൽ മാത്രം മതി. അച്ഛൻ ആ ഒരു ടെസ്റ്റ് ഡ്രൈവിലൂടെ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടെസ്റ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ആണല്ലേ? അച്ഛൻ ഇനി ഫൈനൽ പറയും കേട്ടോ ഇനി എങ്ങനെയാന്ന് ഇനി അല്ലേ? ഇല്ല ബ്രോ. അതിനി ഓടിക്കുന്ന ആള് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞ് അടിച്ചേപ്പിച്ചൊരു കാര്യം. ഞാൻ ഓടിച്ചു കാണിച്ചത് അപ്പം നമ്മൾ ആദ്യം നോക്കാം. നമ്മൾ ഓടിക്കുന്നില്ല, നമ്മുടെ പുറകിൽ കയറുന്ന പാസഞ്ചർ കംഫർട്ട് ആണ് നമ്മൾ ആദ്യം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം നിങ്ങളെ ബാക്ക് ഇരുത്തി ഓടിക്കണം. ഇപ്പൊ അങ്കിലും ഓട്ടോ ഓടിക്കാൻ അറിയാനിട്ടല്ല ഞാൻ കേട്ടത്. അതല്ലേ പറഞ്ഞ അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ല. അച്ഛനാണെങ്കിൽ പുറകെ ഇരുന്ന് വണ്ടി പോയപ്പോ തന്നെ അച്ഛന് വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് അല്ലേ ചാ? സാധാരണ ഞാൻ പിന്നെ ആൾക്കാരെയും കൊണ്ട് പാസഞ്ചറെ കൊണ്ട് പോകാറേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് പിന്നെ യാത്ര ചെയ്യുന്ന വളരെ അപൂർവമാണ്. പക്ഷെ എങ്കിരുന്നെങ്കിൽ ഞാൻ അതിശയിച്ചു പോയി. ഒരു ജെർക്കനാട്ടെ ഒരു സൗണ്ടാട്ടോ ഒന്നുമില്ല. വളരെ എന്തോ ഒരു പുതിയൊരു സ്ഥലത്തൂടെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായത് മറ്റേ നമ്മുടെ വല്ല പരസ്യമില്ല ഇത് IS വിക്രാന്ത് എന്താ പറയുക, ഷിപ്പ് ഓടിക്കുന്ന പോലെയാണ് ഇത്. അച്ഛൻ ഓടിച്ചപ്പോൾ ജെറ്റ് ഓടിച്ചവരാണ് തോന്നിയത്. ഒരു ജെറ്റ് പോകുന്ന പോലെ, ജെറ്റിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു ഇത് തോന്നുന്നു നമുക്ക്. കാരണം അത്ര ക്ലിയർ ആണ്, ഒരു അനക്കമില്ല. സമയം മറ്റുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണെങ്കിൽ കട്ടർ വന്നാലും വളവ് വന്നാലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്താണ് പോകാറുള്ളത് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറിക്കും. അത് നമ്മൾ കരിഞ്ഞു പോകും വെയിലത്ത് നിന്ന്. ഗൈസപ്പതേ അച്ഛനാണെങ്കിൽ ഇതേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് എടുത്തായിരുന്നല്ലോ? എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ആക്സിലേറ്റർ കൊടുക്കാന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. കൊടുത്തോ? കോട്ടെ വരുന്നുണ്ട്. അറിയുന്നില്ലല്ലേ? അറിയുന്നില്ല വണ്ടി സ്റ്റാർട്ട് ആയെന്നുള്ള ഒരു അറിയുന്നില്ല. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പോട്ടെ, എടുത്തോ, ഒന്നും നോക്കണ്ട. ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് വിട്ടോ, പറഞ്ഞോ. കടഞ്ഞേട്ടൻ പിന്നെ വരും. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. വളരെ സ്മൂത്ത് ആണ്, ജെറ്റ് പോകുന്ന പോലെ പോകുന്നത്. അച്ഛനാണ് വേണ്ട പറക്കും കേട്ടോ വണ്ടിയായിട്ട്. എന്ത് സുഖം ഡ്രൈവിംഗ്, വളരെ സുഖമാണ്. മറ്റേ നമ്മുടെ അച്ഛൻ ഓൾറെഡി ഗിയർ ഇട്ടും ആക്സിലേറ്റർ ഒക്കെ പിടിച്ചും എന്തുവാ കൈക്ക് നല്ല പെരുപ്പുള്ള ആളാണ്. ഇത് കൈയുടെ കുഴയ്ക്ക് തന്നെ വേദനയാ. ഇതിപ്പോ ഗിയർ വിടണ്ട, ഒന്നും വിടണ്ട. ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, സ്റ്റോപ്പ് ഇട്ടാ നമ്മൾ പോകുന്നത്. വണ്ടി ഡൗൺ ആയി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ഗിയർ കൊടുക്കുക. ഇതൊന്നും വേണ്ട. അതായത് നമ്മൾ ആക്സിഡന്റ് കൈ എടുത്ത വണ്ടി ബ്രേക്ക് ആവും നമുക്ക്. അപ്പൊ അതിനകത്ത് റീജനറേഷനിലൂടെ നമുക്ക് തിരിച്ച് ചാർജ് കയറും. ആ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. ഇലക്ട്രിക് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ റീജനറേഷൻ കിട്ടുന്നത് TVS-ന്റെ ആണ്. നമ്മളൊരു പുത്തന കയറ്റമാണ്, ഒരു ഗിയറും മാറണ്ട. നമ്മൾ അത്യാവശ്യം നല്ലൊരു കയറ്റം കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയുന്നില്ല, അച്ഛൻ പോലും അറിയുന്നില്ല വണ്ടി പോകുന്നത്. ഞാൻ പോലും അറിഞ്ഞില്ല. ഭയങ്കരം സ്മൂത്ത് ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. ഒരു കയറ്റം കയറി വന്ന മഴ കൊണ്ടോ വണ്ടി. എന്നാ സ്പീഡാണോ വണ്ടിക്ക്? എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട്? പൊളി ബ്രോ. ഇതേ നമുക്ക് ഇത് ഒറ്റ ചാർജിൽ എത്ര കറണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വലിക്കുന്നത്? നമുക്ക് ഒറ്റ ചാർജ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 45 to 55. 45 രൂപ, 55 രൂപ ഫുൾ ചാർജ് ആവും. 0 to 100 ചാർജ് ആവാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ലാബ് വ്യത്യാസത്തിൽ വരും. നമുക്ക് രാത്രി കുത്തിടുമ്പോഴാണ് ഏറ്റവും മണിക്കൂർ എടുക്കുമായിരിക്കും. നമുക്ക് ഫുൾ ചാർജ് ആവാനൊക്കെ 2.25 മണിക്കൂർ മതി. 2.25 മണിക്കൂറുള്ളിൽ. അതായത് നമ്മൾ ഒരു എന്താ പറയുക, വീട്ടിലൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരുന്ന ടൈമിൽ ഒന്ന് ചാർജ് ചെയ്യല്ലേ? ടൈമിന് ചാർജ് ചെയ്തിട്ട് 100 രൂപ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ ഫുഡ് കഴിക്കാൻ എന്തായാലും ഒരു 1/2 മണിക്കൂറിൽ 3/4 മണിക്കൂർ മേളിൽ എടുക്കും. 3/4 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 10-40 കിലോമീറ്ററോടുള്ള ചാർജ് നമുക്ക് കയറും. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നോർമലി ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാൾ ഇപ്പൊ അങ്ങനെ ഒരു ദിവസം നോർമൽ ഓട്ടോ ഓടിക്കും, എത്ര കിലോമീറ്റർ ഓടിക്കും? 100 കിലോമീറ്റർ മേളിൽ ഓടിക്കും? ഒന്നുമില്ല. ഒന്നും നോക്കാനില്ല, 30 കിലോമീറ്റർ താഴെ ഉള്ളൂ. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല.
അപ്പോൾ പിന്നെ 150 വൺ സൈഡ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 4 ദിവസത്തേക്ക് എങ്കിലും കാണും. പിന്നെ നമ്മുടെ ഓർഡർ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത്. ചാർജിങ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ 10% കുറഞ്ഞാലും ചെയ്യാം, 50% കുറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ചാർജ് ചെയ്യാം. ലോക്കൽ ഏരിയ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ലോക്കൽ ഓട്ടങ്ങളായിരിക്കുമല്ലോ കൂടുതൽ. ആ ലോക്കൽ ഓട്ടങ്ങൾ വരുമ്പോഴത്തേക്കിന് കൂടുതൽ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഒന്നും ആവറേജ് അതിനകത്ത് മേളിൽ പോവുകയില്ല. പിന്നെ നമ്മൾ ടൗണിലോട്ടൊക്കെ പോവുകയാണെങ്കിലല്ലോ ലോങ് ട്രിപ്പൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ആ ഒരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ വണ്ടി? ഇഷ്ടപ്പെട്ടല്ലേ? അതെ. അപ്പോൾ ഇനി നമുക്കിനി ദാസപ്പനോടൊന്ന് ഓടിച്ചു നോക്കട്ടില്ലടാ. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ ദാസപ്പനാണ് അടുത്തത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നല്ലേ? അതെ അതെ. നീ ഓടിച്ചിട്ട് പറയാനുണ്ടെന്ന് കേറ്. ഓക്കെ, കൊള്ളാം. കൊള്ളാല്ലേ? സ്മൂത്തായിട്ടുണ്ട്, അധികം പണിയെടുക്കണ്ട. കേസപ്പം എനിക്ക് തോന്നുന്നു അതുപോലെ ഈ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ല പറ്റിയ ഒരു വണ്ടിയാണ് ഇല്ലേ ഇത്? നമുക്ക് ഇഷ്ടംപോലെ ലേഡി ഡ്രൈവേഴ്സ് ഉണ്ട്. നമുക്കൊരു 10-15 പേര്. അതായത് നിങ്ങൾ ആക്റ്റീവ് ഓടിക്കുന്നവർ തന്നെ ഉള്ളു ഇതും അല്ലേ? അതെ, ആക്റ്റീവ് ഓടിക്കുന്ന അത്രയും റിസ്ക്കും ഇല്ല. അത് പിന്നെയും കാല് താഴെ കുത്തണം, ഇത് കാല് താഴെ ഒന്നും കുത്തണ്ട. അതെ, മര്യാദയ്ക്ക് നമ്മൾ ആ ബ്രേക്ക് ഒന്ന് ചവിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിന്റെ അകത്തുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഇല്ലേ? സിമ്പിൾ, അതൊക്കെ സിമ്പിൾ. അതായത് വണ്ടിയോ ലൈസൻസ് ഉണ്ട്, ചിലർക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അവർക്ക് നമ്മളോട് പഠിപ്പിച്ചു കൊടുക്കും. ഒരാഴ്ച നമ്മളാണെങ്കിൽ ടൈം പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? അതെ, ചെയ്തു. അപ്പം അച്ഛനാണെങ്കിൽ പോലും ഗിയർ വണ്ടി ഓടിച്ച് ഇത്ര വർഷമായിട്ട് ഗിയർ വണ്ടി ഓടിച്ചിട്ടും അച്ഛൻ ആദ്യമേ ഒരു എങ്ങനെ ഓടിക്കുമെന്ന്. പക്ഷെ വണ്ടി ഒന്ന് മൂവ് ആയി കഴിഞ്ഞപ്പോഴത്തേന് സെറ്റായില്ലേ? സെറ്റായി, എല്ലാം സെറ്റായി. വണ്ടി ഓടിക്കുന്നത് വളരെ സിമ്പിളാ. സിസ്റ്റം മാത്രം നോക്കിയാൽ മതി. അതെ, അത്രേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല. അപ്പം ആദ്യകാലം മുതലേ ഇങ്ങനെയുള്ള വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു ഡ്രൈവിങ്ങില്, നല്ല ലൈഫായി എനിക്ക്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഇപ്പൊ എത്ര രൂപ വെച്ചാൽ? ഇപ്പം 1 ലിറ്റർ പെട്രോളിന് ഇപ്പൊ 13 രൂപ. 13 രൂപ. 10 രൂപയുടെ ഓയിലും മേടിക്കണം. അപ്പൊ മൊത്തം ചെലവ് 15 രൂപയുടെ ഓയില്. അപ്പൊ മൊത്തം ചെലവ് പിന്നെ 120 രൂപ റൗണ്ട് ചെയ്യാം. പിന്നെ അതുമല്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ. ഇതാണെങ്കിൽ നമുക്കൊരു എത്ര 2 മണിക്കൂർ 180 അതെ, 180 നമ്മൾ കമ്പനി പറയുന്നത്. നമുക്ക് ഓൺ റോഡ് 170 നമുക്ക് കിട്ടും. എക്കോ മോഡില് നമ്മുടെ ഗ്രീൻ ലൈൻ ബേസ് ചെയ്തിട്ട് ഓടിക്കാന്നുണ്ടെങ്കിൽ 170 കൺഫേം കിട്ടും. അത് നമ്മുടെ ഒറ്റ ചാർജിന് 45 അല്ലെങ്കിൽ 55 രൂപയേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഫുൾ ചാർജിൽ, അതായത് ഒറ്റ ചാർജിൽ കട്ടാവത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഇനി അങ്ങോട്ട് ഇതായിരിക്കും നല്ലല്ലേ? ഈ പെട്രോളിന്റെ വില നമ്മൾ പറയുന്നില്ല, കൂടി വന്നോണ്ടിരിക്കുകയാണ്. അതെല്ലാം വെച്ച് നോക്കുന്നതിന് അതുപോലെ നമ്മൾ സാധാരണ ഏതാ തന്നെ ഇപ്പൊ എഥനോളാണ് 20%. ഇപ്പോഴാണ് എഥനോൾ, ഇപ്പൊ 2-3 വർഷം കൊണ്ട് എഥനോളുള്ള പെട്രോളാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ശരിക്കും എഥനോളിന്റെ ഇത് വന്നത്. ഇപ്പൊ മംഗളിൽ ഇരിക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് റിസ്ക്കാ. ആ എക്സ്ചേഞ്ച് എടുക്കുന്ന ആ പഴയ വണ്ടി ആരും വണ്ടി എടുക്കൂല, പെട്രോൾ വണ്ടി ഒന്നും. പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ആണെങ്കിൽ ഇനി മുമ്പോട്ട് അതിന്റെ കാലം കഴിഞ്ഞു. എല്ലാവർക്കും ഇലക്ട്രിക്കൽ സാധാരണ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. അതിന് മെയിൻ്റെനൻസ് ഇല്ല. നമുക്കിപ്പോ ഒരു സർവീസിന് വന്നാൽ കൂടി ഒരു 300 രൂപ 250 രൂപ അത്രേ ഉള്ളൂ. ഗ്രീസിംഗ് മാത്രമേ, ഓയിൽ ചേഞ്ച് ഇല്ല. ഓയിൽ ചേഞ്ച് ഹൗസിംഗിൽ ഒരു 1/2 ലിറ്റർ ഓയിൽ, അതൊരു 10,000 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാം. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സർവീസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത് ഓടുന്ന കാശ് നമുക്ക് വെറുതെ EMI അടച്ചു വെച്ചാൽ ഇപ്പൊ നമ്മളൊന്നുമില്ല, പെട്രോൾ അടിക്കുന്ന കാശ് EMI അടയ്ക്കും, അത്രേ ഉള്ളൂ. മറ്റേത് നമ്മള് പെട്രോളും അടിക്കണം, EMI അടക്കണം, അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ ചെലവ്. അതായത് ഇപ്പൊ അച്ഛൻ ഡെയിലി എത്ര രൂപ പെട്രോൾ അടിക്കുക? ഞാൻ ഡെയിലി ഒരു 100-300 രൂപയുടെ പെട്രോളെങ്കിലും കുറഞ്ഞായിരിക്കും. അത്ര അടിക്കും. അപ്പം ഒരു ഓട്ടോ ഓടും. ഓട്ടോ എന്ന് പറഞ്ഞാൽ 200 രൂപ 200 രൂപ തന്നെ കഷ്ടിക്കാം. അതിൽ നിന്ന് നമ്മള് അതായത് സാധാരണ പെട്രോൾ വണ്ടി ഇപ്പൊ അച്ഛൻ ഓടിക്കുന്ന 300 രൂപ അടിക്കും ഡെയിലി അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഒരു ഡെയിലി ഒരു 200 രൂപ മാറ്റി വെക്കാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 200 വേണ്ട, നമുക്ക് 200 വേണ്ട നമുക്ക് EMI അടയ്ക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ സാധാരണ ആൾക്കാർക്ക്, അതായത് നമ്മളെപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പം ഇത്ര നേരം നമ്മൾ ഓടിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അച്ഛൻ ഗുഡ്സ് കൂടെ നോക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വേറെ വണ്ടി പിന്നെയും കൊണ്ട് നിരത്തിയിട്ടുണ്ട് അല്ലേ ബ്രോ? ഇതിപ്പോ വണ്ടി ഇപ്പൊ നമ്മൾ പോയിന്റ് പറഞ്ഞ് ഇറങ്ങിപ്പോട്ടോ വണ്ടി? ഇപ്പം ഒരു സെറ്റ് ഡെലിവറി കഴിഞ്ഞു, അടുത്ത സെറ്റ് ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ഡെലിവറി ഉണ്ട്. അതെ, നമ്മൾ പോയപ്പോഴത്തേന് കണ്ട വണ്ടിയല്ലോ ഇപ്പൊ കിടക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഗുഡ്സ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവരും ലുക്കാണേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും ഒരു രക്ഷയില്ല കേട്ടോ ബ്രോ. ഞാൻ വരട്ടെന്നാ, ഞാൻ വരട്ടെ. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി പോകട്ടെ. എനിക്ക് നമുക്ക് അവിടെ പോയിട്ട് വണ്ടി നിർത്തിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. ഇതിനകത്ത് 2 പേർക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് കയറാമായിരുന്നു, ബാക്കിയിരുന്ന് പോകാം. പക്ഷെ നല്ല വെയിലുള്ളതുകൊണ്ട് നമ്മുടെ ദാസപ്പനും അച്ഛനും ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ.
അടുത്തു ഇത് സെയിം രീതിയിലാണോ അതോ ഗിയർ ഉണ്ടോ? സെയിം. ഇതിന് നമുക്കെന്ന് വെച്ചാൽ ഹൈ ലോഡ് ഗിയർ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാർഗോയില് ഗിയർ വെച്ചുള്ള വണ്ടി. എന്ന് വെച്ചാൽ നമുക്ക് 400 കിലോയിൽ മേളിൽ വെയിറ്റ് കയറ്റി കഴിഞ്ഞാൽ ഹൈ ലോഡ് ഗിയർ പിടിച്ചത്. അത് വലിയ പരിപാടി, ജസ്റ്റ് കളിച്ചു പിടിക്കാൻ മണ്ടക്കോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പം ലോഡ് കയറ്റാത്തോണ്ടാണ് ഷിഫ്റ്റ് ചെയ്യാത്തത്. മറ്റേ തന്നെ താക്കോൽ ഓൺ ചെയ്യുക, DA ഞെക്കുക, അപ്പൊ എക്കോ മോഡ്. എക്കോ മോഡ് ഇത് നമുക്ക് 100% 140 കിലോമീറ്റർ നമുക്ക് ഓൺ റോഡ് നമുക്ക് മൈലേജ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. നമ്മൾ വേറെ സ്ഥലത്തോട്ട് വന്നേക്കുന്നല്ലേ? അതെ 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 അതെ. അവിടെ ഫുള്ള് വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് നമ്മളെ അച്ഛനൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതെ നമ്മളിനി എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പോൾ വണ്ടി കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു വേറൊരു ലുക്കാണ്. ഒരു കാർ അല്ലെ ഒരു വാനിൻ്റെ ഒരു ലുക്കാണ് വരുന്നത്. വണ്ടി ആര് കണ്ടാലും ഇഷ്ടപ്പെടും. അതെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമായിരിക്കില്ലേ? അതെ അതെ, ആ ഫ്രണ്ട് ലുക്കാണ് ലുക്ക്. അത് തന്നെ ഒന്ന് മാറ്റി മറിച്ചേക്കുക. അതെ അതെ, അത് കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇതൊരു ഏസിൻ്റെ അത്രയുണ്ട്. ഏസിൻ്റെ അത്ര ഉണ്ടോ? അതെ അതെ, നമുക്ക് ഏസിന്റെ അത്ര അതിനെക്കാട്ടിലുണ്ട്. 4 വീലറിനെക്കാട്ടിലും സ്പേസ് ഉണ്ട്. വീതി 4.25 അടി വീതിയുണ്ട്, 6.6 അടി നീളവും ഉണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ 20 ചാക്ക് സിമെന്റ്, ഇതിന്റെ അകത്തുള്ളിൽ 20 ചാക്ക് സിമെന്റ് മൊത്തത്തില്. 20 ചാക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് വരുമായിരിക്കും? ഒരു ചാക്ക് 50 കിലോ. അപ്പം 50 കിലോ എന്ന് പറയുന്നത് 1000 കിലോ ചാക്ക് നമുക്ക് ഇതിനകത്ത് കയറാം. 20 ചാക്ക് സിമെന്റ് കയറ്റുവാന്നുണ്ടെങ്കിൽ അതിൽ മേളിൽ നമുക്ക് കയറ്റാം. അപ്പൊ ഇതിനകത്ത് എത്ര കിലോ ആണ്? അപ്പൊ എത്ര ടൺ നമുക്ക് 1.25 ടണ്ണി മേളിൽ നമുക്ക് കയറ്റാം. ഒരു വിഷയമില്ല. വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർഗോ ഗിയർ ഉള്ള ഇലക്ട്രിക് കാർഗോ ആണ് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ പ്ലേറ്റ് ആണ് സസ്പെൻഷൻ വന്നിട്ട്. മറ്റുള്ളതിന്റെ വെച്ചാൽ സ്പ്രിങ്ങും ബുഷും ഒക്കെയാണ് വരുന്നത്. നമുക്ക് ബുഷ് കൂടാണ് നമുക്ക് സ്പ്രിങ് വരുന്നുണ്ട്. അതെ, പിന്നെ നമുക്ക് ഇനി 2 സ്പ്രിംഗ് കൂടെ നമുക്ക് അഡീഷണൽ കയറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ഭാരം കയറ്റിയാലും ഒരു വിഷയമില്ല. അത് മാത്രമല്ല, നമുക്ക് ബാറ്ററി വന്നിട്ട് ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ടിലുള്ള ബാക്ക് സൈഡിൽ. അതെ, അവിടെയാണ് ബാറ്ററി വരുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം വരുന്ന ഇതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ, ഹൗസിങ്, ഗിയർ ബോക്സ് വരുന്നത്. അപ്പം സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് നോർമൽ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റിയാണെങ്കിൽ ജസ്റ്റ് കാണിക്കാനാണെങ്കിൽ നമുക്ക് പറ്റും. നോർമൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെ, ഫുള്ള് ജസ്റ്റ് അതിന്റെ ബാക്കിലത്തെ ഡിക്കി റോഡ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ആക്സസ് ആണ് ഇതിനകത്തിലെ എല്ലാം വരുന്നത്. അതെ, പിന്നെ ഫുള്ള് അകത്താണ്ട് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ലെവലാണ് വരുന്നത്. നല്ല സ്പേസും കാര്യങ്ങളും, രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല രീതിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് വരുന്നത്. നമുക്ക് അച്ഛനെയും ചേട്ടനെയും കൂടെ കയറ്റി ഇരുന്ന് ഓടിച്ചു പോകാനാണെങ്കിലും ഒരു വിഷയവും ഇല്ല. സ്റ്റെപ്പിനി നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ വിൻഷീൽഡ്, ഏറ്റവും വലിയ വിൻഷീൽഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വിൻഷീൽഡ് മാത്രമല്ല, റോളിംഗ് വിൻഡോ. ഇപ്പോൾ 3 വീലറിൽ ആദ്യമായിട്ടാണ് റോളിംഗ് വിൻഡോയും കാര്യങ്ങളും എല്ലാം വരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഫ്ലിപ്പായിരുന്നു. ഫ്ലിപ്പ് ഒരു മഴയും കാര്യങ്ങളും അത് കംപ്ലൈന്റ് ഒന്ന്. അത് 2 ഈ മഴയും വെള്ളവും കാര്യങ്ങളും അകത്ത് കയറിയിട്ട് മൊത്തത്തിൽ തുരുമ്പും കാര്യങ്ങളും പെട്ടെന്ന് നമ്മുടെ വെച്ചാൽ ആ ഒരു വിഷയം വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, സ്റ്റെപ്പിനെയൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും അടിച്ചുകൊണ്ട് പോകാന്നുള്ള ഇതല്ല. അത് സ്റ്റെപ്പിനെയും നല്ല സ്പേസ് ഉണ്ട്, ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാലൊക്കെ കണ്ട് ഇത്രയും നമുക്ക് നീട്ടി വെക്കാം. അപ്പൊ എനിക്ക് അന്നേരം എത്തുന്നില്ല, എത്തിക്കുത്തി നമ്മൾ കാലം ഈ ഒരു സ്പേസ് ഒത്തിരി നല്ല സ്പേസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് നീങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്കൂടെ അതാണ്ട് ഇത്രയും സ്പേസ് ഉണ്ട്. എനിക്ക് എന്റെ ഒരു സൈസിൽ ഒരാൾക്ക് ഇരിക്കാം, വേറൊരാൾക്കൂടെ 2 പേർക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് നമ്മുടെ എന്തായിരുന്നു ഹെഡ് റൂഫിന്റെ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇന്റീരിയർ ചെയ്യാൻ പറ്റും. ചൂടും കാര്യങ്ങളും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഫാനും റിവേഴ്സ് ക്യാമറ ഒക്കെ റിവേഴ്സ് ക്യാമറ ആണ്. നമ്മളിപ്പോ ഓണത്തിന്റെ ഓഫറായിട്ട് ഇതിനകത്ത് 3-4 ഐറ്റം റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ ഫ്രണ്ടിൽ വരും. ഒന്നെങ്കിൽ ഇവിടെ വരല്ല, ഈ സൈഡിൽ വരും. പിന്നെ ബാക്കിലായിരിക്കും റിവേഴ്സ് ക്യാമറ. ഇപ്പൊ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ട് വേറെ അതെ, നമ്മളിപ്പോ ഓണത്തിന്റെ ഓഫറായിട്ട് കൊടുക്കുന്നതാണ്. റിവേഴ്സ് ക്യാമറ വരും, സീറ്റിംഗ് നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കും. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു കാക്കി ഷർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനത്രയും കയറ്റി വരുമ്പോൾ ഭയങ്കര കോസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഓണത്തിന്റെ ഓഫറായിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെ കുറെ ആക്സറീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോറൂമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കീ ഓൺ ചെയ്തിട്ട് D. മറ്റേത് വരുമ്പോ F അല്ലായിരുന്നോ, ഇത് D ആ വരുന്നത്. D. ഇത് ഞെക്കുക, ആക്സിലേറ്റർ, ക്ലച്ചും ഗിയർ ഒന്നും പിടിക്കരുത്. ഇലക്ട്രിക് വണ്ടിയാ, കൈ കൊടുക്കുക പോവാ. റിവേഴ്സിന് 6. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണല്ലേ വണ്ടി? ഓടിച്ചു നോക്കട്ടെ.
വണ്ടി എങ്ങനെയുണ്ടോ ചോ? വണ്ടി കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളിയല്ലേ? അടിപൊളി. അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ബ്രോ ഇത് കണ്ടോ, ഈ ഗ്ലാസിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ ഇത് മറ്റേ വണ്ടിയിൽ കണ്ടുപോലല്ലേ ഇത്? വ്യത്യാസമുണ്ട്. വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു 180 ഇങ്ങനെ തിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇതെന്ന് വെച്ചാൽ അഡീഷണൽ ഒരു സ്റ്റെമ്മും കൂടെ ഉണ്ട്. അഡീഷണൽ നമുക്ക് ഏത് രീതിയിൽ അത് വേണം നേരെ ഇങ്ങോട്ട് ബാക്കിൽ ബ്ലൈൻഡ് സ്പോട്ട് വരില്ല. നമ്മുടെ ബാക്കിലാണെങ്കിൽ ലോഡ് കയറ്റി കഴിഞ്ഞാൽ എത്ര വലിയ ലോഡ് കയറ്റി കഴിഞ്ഞാലും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വരില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഇത്രയും വേണമെങ്കിൽ നമുക്ക് നീക്കി വേണേ വെക്കാം. നമ്മുടെ വണ്ടിയിൽ ഇത്ര ലോഡ് കയറ്റുവാണെങ്കിൽ ഇവിടെ വരെ നമുക്ക് ലോഡ് നിൽക്കുവാണെങ്കിൽ പോലും നമുക്ക് സാധാ വണ്ടിയുടെ ഇവിടെ ഇങ്ങനെ ഇത്ര വരത്തുള്ളൂ ബ്രോ. അതെ അതെ, സാധാരണ വെച്ചാൽ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പിയൊക്കെ വന്നിട്ട് മറ്റുള്ള കമ്പനിയുടെ നമ്മുടേത് മാത്രമാണ് ഒരു പ്രീമിയം സെറ്റപ്പിൽ കാറിന്റെ രീതിയിൽ ചെയ്തത്. അതായത് ബാക്കിൽ അത്യാവശ്യം എത്ര തള്ളു വന്നാലും നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വീതിയിലെങ്കിലും നിൽക്കും നമ്മുടെ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം കണ്ണാടി അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും എത്ര ഇഞ്ച് ബ്രോ? ഇത് 13 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അതെ, ഇത് അത്യാവശ്യം പോകുന്നുണ്ടോ നമ്മുടെ ഷോപ്പിൽ നിന്ന്? പിന്നെ ഇതിപ്പോൾ ഒരു 10 രൂപ എണ്ണം നമ്മുടെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ആണ് പോകുന്നത്. ഇപ്പോൾ CNG വേരിയൻറ്റും ഉണ്ട്, പക്ഷേ എല്ലാവരും ഇപ്പം ഇലക്ട്രിക്കിൻ്റെ യുഗമായിട്ട് എല്ലാവർക്കും ഇലക്ട്രിക് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവ്. ഇപ്പം അങ്കിൾ പറഞ്ഞ മാതിരി തന്നെ പണി എളുപ്പമെന്നാണ്, ഗിയർ ഇടേണ്ട ക്ലച്ച് പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ആൾക്കാർ എടുക്കുന്ന ഇതാണ്. അതെ, നമ്മുടെ ദാസപ്പൻ നേണ്ട കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടിയുടെ ചാർജിങ് ടൈമും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് പറ. ചാർജ് 20% ചാർജ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ മതി ഫുൾ ചാർജ് ആവാനൊക്കെ ഉണ്ട്. ഫുൾ ചാർജ് ആവാൻ 140 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. നമുക്കൊരു 800 കിലോമീറ്റർ വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ഓൺ റോഡ് പക്ക കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീലർ കമ്പനി EV വണ്ടികളെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റേഞ്ച് കിട്ടും നമ്മുടെ TVS മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചാർജ്, അതായത് ഒറ്റ ഫുൾ ചാർജിൽ എത്ര കറണ്ട് നമ്മുടെ എടുക്കുമായിരിക്കും? ഫുൾ ചാർജ് നമുക്കിപ്പം പാസഞ്ചർ വണ്ടിയുടെ കൂട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു 5 രൂപ 10 രൂപ കുറയും. ഒരു ഫുൾ ചാർജ് ആകുമ്പോൾ 35 രൂപ 40 രൂപയുടെ കറണ്ട് മതി. ഇത് 35 to 40 45 ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 45. ഇപ്പോൾ പുറത്തൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ സ്ലാബ് മാറും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനൊക്കെ വരാൻ നേരം റേറ്റ് കൂടും, GSTയും കാര്യങ്ങളൊക്കെ വരും. ഇത് നമ്മൾ വീട്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല 8.9 kW ബാറ്ററിയാണ് വരുന്നത്. ഇതിനും സെയിം വാറണ്ടി തന്നെ, 6 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ചാർജർ, ബാറ്ററി, മോട്ടർ, കൺട്രോൾ യൂണിറ്റിനെല്ലാം 6 വർഷം 1.5 ലക്ഷം വാറണ്ടി. അത് മാത്രമല്ല 3 വർഷത്തേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീയാണ്. അപ്പോൾ വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് 3 വർഷത്തേക്ക് ഫ്രീ ആണ്. മറ്റൊരു കമ്പനികളും 3 വർഷത്തേക്ക് കൊടുക്കുന്നില്ല. എല്ലാവരും എക്സ്റ്റൻഡ് ആയിട്ട് വേണം റിന്യൂ ചെയ്തിട്ട് 10,000-2000 രൂപ കൊടുത്ത് റിന്യൂ ചെയ്തിട്ട് ചെയ്യുന്ന ഇതാണ്. ഇതിപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഷോറൂമിൻ്റെ സൈഡിൽ നിന്നും റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ നിയറസ്റ്റ് ഒരു 30 കിലോമീറ്റർ ചുറ്റോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി RC എടുത്തിട്ട് വരും. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്നായിരിക്കും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതിനും ബ്രേക്ക് ഡൗൺ സർവീസ് 24/7 ഫ്രീ ആണ്. എന്ത് കാര്യത്തിനും ഇപ്പോൾ ചാർജ് തീർന്ന് വഴി പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലും, അതിൻ്റെ അകത്തൊന്നും ഒരു വിഷയവുമില്ല. അത് നമ്മുടെ ഷോറൂമിൻ്റെ സൈഡിൽ നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നതാണ്. കസ്റ്റമർ എല്ലാവരും ഇപ്പം EV ആണ് കൂടുതൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പല കമ്പനികളുടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ TVSൻ്റെ ഭാഗത്ത് വണ്ടിപരമായിട്ട് കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും മൈന്യൂട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചാർജിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ചാർജർപരമായിട്ട് എന്തെങ്കിലും വരുന്ന അല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ സൈഡിൽ നിന്നും സർവീസിൻ്റെ അത് 100% നമ്മൾ കൊടുക്കും. ഓക്കെ ബ്രോ, അപ്പം നമ്മുടെ ഓട്ടോയിൽ കണ്ട പോലെ തന്നെയുള്ള സിസ്റ്റങ്ങളും സെയിം ഇത് തന്നെ. പിന്നെ അഡീഷണൽ സ്പീഡ്, പവർ എല്ലാം സെയിം തന്നെ. പിന്നെ അഡീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ വേറെയാണ്, ലീഫ് വരുന്നുണ്ട്, പിന്നെ ഗിയർ വരുന്നുണ്ട്. ലോഡ് വലിച്ച് നമുക്ക് അന്നേരം മൈലേജ് കുറയത്തില്ല. 400 കിലോ മേളിൽ കയറ്റാൻ നേരം നമ്മൾ ഹൈ ലോഡ് ഗിയർ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കുറയത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ മോഡ് മാറ്റാൻ നേരം മൈലേജ് കുറയും. ഇതിനകത്ത് അതിന്റെ ആവശ്യം മൈലേജ് 140 കമ്പനി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. 120 ഓൺ റോഡ് പക്ക കിട്ടും. അത് 800 കിലോ മേളിൽ കിട്ടിയിട്ട് ഡീസലൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഡീസലിനാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ 25-30 മൈലേജ് കഷ്ടിച്ച് കിട്ടും. അച്ഛൻ അറിയാവുന്ന എത്ര ഡ്രൈവർമാരുണ്ട് ഇങ്ങനെ ഗുഡ്സ് ഓടിക്കുന്ന ഡീസൽ വണ്ടി? അവരൊക്കെ എത്ര രൂപയ്ക്ക് ഡീസൽ അടിക്കുമായിരിക്കും ഒരു ദിവസം? അവർ വന്നിട്ട് 200 രൂപയ്ക്കൊക്കെ അടിക്കും. വന്നിട്ട് ഒരു 100. നമുക്കിപ്പോൾ ഒരു ഇതിൽ ഫുൾ ചാർജിൽ നമുക്ക് 140 കിലോമീറ്റർ സർട്ടിഫൈഡ് 120 ഓൺ റോഡ് കിട്ടും. 30 to 45 ആ ഒരു ബേസ് ആയിട്ട് ചാർജ് ആവുന്നുള്ളൂ, പൈസ ആവത്തുള്ളൂ. ഈ 200 രൂപ 100 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നതിന് പകരം. അതെ അല്ലേ ചാ? അതെ, ഇപ്പോൾ 2 ലിറ്റർ ഡീസൽ വേണമെങ്കിൽ 200 രൂപയാവും മാക്സിമം. ഒരു 2 ലിറ്ററെങ്കിലും കുറഞ്ഞത് ഒരു വണ്ടിയിൽ വേണം. അതെ, അല്ലെങ്കിൽ അത്
ഓടി നിൽക്കത്തുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഓട്ടോ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന ടൈമിലായാലും നമുക്ക് കഴിക്കുന്ന ടൈമിൽ ഒന്ന് കുത്തിയിട്ടാലും കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. 16 നമുക്ക് കുത്തിയിടാവുന്നതേ ഒരു 40 മിനിറ്റ് നമ്മൾ എന്തായാലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കുക. ഊണൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് 1 മണിക്കൂർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ഓട്ടത്തിന് പോകുന്നത്. അപ്പോൾ തന്നെ ഒരു പകുതി മുക്കാലും ചാർജ് ആവും. പിന്നെ നമുക്ക് ചാർജിങ് സമയം കുറവാണ്. ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിരിക്കുന്നത് റൂട്ടിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ KCBയുടെ ഉണ്ട്, അല്ലെ പ്രൈവറ്റ് കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ അതിന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളെ വിളിക്കാം. അപ്പോൾ അതിന്റെ കമ്പനിയുടെ കസ്റ്റമർ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തരും. അതിപ്പം ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഇപ്പം കേരളത്തിൽ എവിടുത്തെ ആണെങ്കിലും എന്ത് ഡൗട്ട് പരമായിട്ട് കാര്യങ്ങളും നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ അപ്പോൾ ഇനി നമുക്കിനി ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ട 2 വണ്ടികളുടെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മളെടുക്കാൻ പോകുന്ന വണ്ടിയുടെ ഡീറ്റെയിൽ ഇനി കറക്റ്റായിട്ട് ഇനി തിരക്കണം. അതായത് ഫിനാൻസിൻ്റെ കാര്യമല്ലേ ബ്രോ? അതെ, ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണല്ലേ ചാ? അതെ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ എടുക്കാനുള്ള പ്ലാനിലാണ്. ഇനിയിപ്പോൾ വണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് നമ്മൾ ഓട്ടോ ഓടിച്ചപ്പോൾ തന്നെ അടിപൊളിയായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൂടെ ഒരു എന്താ പറയുക, നിങ്ങളോടൊന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് രണ്ടാമത് ബ്രോയെ കൊണ്ട് എടുപ്പിച്ചിട്ട് നമ്മൾ കൊണ്ട് കാണിച്ചില്ല ബ്രോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും അറിയണം. ഇപ്പോൾ ഇതുകൂട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാവർക്കും അറിയില്ല. ഞാനും ഇതിപ്പോഴാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു മോഡലും ഈ ഒരു വണ്ടി പോകുന്നതും എല്ലാം ഇല്ല ചാ. അപ്പം ഇത് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് എന്തുകൊണ്ടും നല്ലൊരു പിന്നെ ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള യുഗം ഇലക്ട്രിക് മാത്രമാണ്. മറ്റുള്ള പെട്രോൾ ഡീസൽ വണ്ടികളൊന്നും കാണൂല നേരത്തിൽ. അതെ. അത് നമ്മൾ സാധാരണക്കാർക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയും കൂടാണ് കേട്ടോ ഇത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ തന്നെയാണ്. നമുക്ക് നിങ്ങൾ വന്ന് കണ്ട് വണ്ടി ഓടിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഇഷ്ടം തോന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല അല്ലേ? അതെ. അവർ ആര് വന്നാലും ടെസ്റ്റ് ഡ്രൈവ്. ഇപ്പം നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങളുടെ വീട്ടിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് തരും. ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓടിച്ച് നോക്കി എടുക്കാതിരിക്കുമോ? അത് എക്സോർവോ എന്തോ ആകും. നമ്മളിപ്പം ഏത് വണ്ടി എടുത്താലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ ഫിനാൻസിൻ്റെ ഓപ്ഷൻ, റേറ്റിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാറണ്ടി 6 വർഷം നിലവിൽ ഇന്ത്യയിൽ ഒരു കമ്പനിക്കാരും 6 വർഷം വാറണ്ടി കൊടുക്കുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് പല കമ്പനിക്കാരും കൊടുക്കുന്നത്. നമുക്ക് ഈ ഓൺ റോഡ് റേറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. എക്സ്റ്റൻഡഡ് എന്ന് പറഞ്ഞ പരിപാടി നമുക്കൊന്നുമില്ല. ഫിക്സ്ഡ് 6 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഫുൾ വാറണ്ടി. അത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കടയിൽ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പം വണ്ടി ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാം ചോദിച്ചു. ബ്രോ, അപ്പോൾ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റേ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഫിനാൻസ് ബുക്കിംഗ് കാര്യങ്ങൾ നമുക്ക് ബുക്കിംഗ് എമൗണ്ടായിട്ട് ഇപ്പോൾ 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിലായിരിക്കും. നമുക്കിപ്പം ഇപ്പോൾ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് ലോൺ പാസ്സാവുന്നതെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ റേറ്റിന് വണ്ടി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മുദ്ര ലോണാണ് ചെയ്യുന്നത്. മുദ്ര ലോണിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പലിശ കുറവാണ്, രണ്ടാമത്തെ കാര്യം സബ്സിഡി പരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പം പിന്നെ പറഞ്ഞ വെച്ചാൽ ചെക്ക് ലീഫ് വേണ്ട, കരമടച്ച രസീത് വേണ്ട, ഔട്ട്സൈഡ് ഗ്യാരണ്ടർ കാര്യങ്ങളൊന്നും വേണ്ട, സിംഗിൾ ആപ്ലിക്കേഷൻ അങ്ങളുടെ പേരിൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അപ്പം ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ തരും. ഇതൊക്കെ അപ്പോൾ കൊടുക്കാനുള്ളതാണല്ലോ ഇതൊക്കെ ഗിഫ്റ്റുകളൊക്കെ. ഇതിപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഓഫർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് വരുന്ന കസ്റ്റമറാണ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. അഷ്വേർഡ് ആയിട്ടുള്ളതാണ്. അപ്പം ബുക്കിങ്ങിൽ തൊട്ട് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ബുക്കിങ്ങിന്. പിന്നെ അത് മാത്രമല്ല വണ്ടി എടുക്കുന്ന പാസഞ്ചർ ഓട്ടോ എടുക്കുന്ന ഒരാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ, ബക്കറ്റ് സീറ്റ്, ടാക്സി ടോപ്പ് ലൈറ്റ്, വീൽ ക്യാപ്പ്, കാക്കി ഷർട്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതുകൊണ്ട് 6 ഐറ്റം ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ടാണ് എക്സ്ട്രാ ഇപ്പോൾ ലക്കി ഡ്രോ, ഇപ്പോൾ ഇരിക്കുന്ന സംഭവമൊക്കെ ലക്കി ഡ്രോയിൽ നമ്മൾ ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് എടുക്കുന്നു അത്രയും കസ്റ്റമേഴ്സ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ നമ്മൾ കൊടുക്കും. അത് ഗോൾഡ് കോയിൻ വരുന്നുണ്ട്, വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, TV വരുന്നുണ്ട്, മൈക്രോവേവ് ഓവൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന സംഭവമെല്ലാം നമ്മൾ ലക്കി ഡ്രോയിൽ കൊടുക്കാനൊക്കെ ഉള്ളതാണ്. അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അങ്കിളിന് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിലവിൽ ഈ ടേബിളിൽ ഇരിക്കുന്നതിനകത്ത് അഷ്വേർഡായിട്ട് ഏത് വേണമെങ്കിലും ഒരെണ്ണം എടുക്കാം. ബ്രോ, അപ്പോൾ നമ്മുടെ ഇനി വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് നമ്മൾ പറയുന്നത് ഒരാഴ്ച ടൈമാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വണ്ടി ഇറങ്ങും. ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ലോണും കാര്യങ്ങളും എല്ലാം റെഡി. വർക്കിംഗ് ഡേയ്സ് മിനിമം ഒരു 5 ദിവസം നമുക്ക് കിട്ടണം മുദ്ര ലോൺ ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവധി, ഓണത്തിൻ്റെ അവധിയും കാര്യങ്ങളും വരും. അപ്പോൾ അങ്കിൾ പറയുന്ന ഓണത്തിന് മുമ്പ്, ഉത്രാടത്തിന് മുമ്പ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളത് റെഡിയാക്കി കൊടുക്കും. ഇപ്പോൾ വണ്ടി ഉണ്ടോ കടുപ്പിഞ്ഞു ഫിനാൻസിൻ്റെ കാര്യങ്ങൾ പടപടാന്ന് പറഞ്ഞ പരിപാടി നടക്കും. ഓക്കെ അല്ലേ? അതെ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ മാവേലിക്കരയുള്ള TVS പെർഫെക്റ്റ് ഷോറൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അവിടെ വേണ്ട ഏകദേശം ഓണത്തോടനുബന്ധിച്ച് കുറേ വണ്ടികൾ ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ അതെ ട്രക്കിലൊക്കെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ?
അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ ചാ? അതൊക്കെ സസ്പെൻസ് അല്ലേ? സസ്പെൻസ് ആണ് അല്ലടാ? അതെ, എല്ലാം നമ്മള് ഇവിടുത്തെ കളറിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ആരും കാണാത്ത രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ആഴ്ച അവസാനത്തോടുകൂടി വണ്ടി എന്തായാലും നമ്മൾ ഇറക്കും. അതെ, അതുപോലെ തന്നെ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ A to Z കാര്യം മൊത്തം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വിടുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. അച്ഛൻ ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അച്ഛന് പോലും ഒരു താല്പര്യമില്ല അല്ലേ ചാ? ഞാൻ പോലും അന്തിച്ചു പോയി. അതെ അതെ. അപ്പം എന്തായാലും ബ്രോ അപ്പം ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ബ്രോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇതുപോലെ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമോ താല്പര്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനോ വണ്ടി ഓടിച്ചു നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ കൊടുത്തേക്കല്ലേ? നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ല ബ്രോ? എല്ലാ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ തരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസം നമ്മൾ പറയാം. ഇനി 10 ദിവസമുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ലോണും കാര്യങ്ങളൊക്കെ ആകുമെന്ന് നമുക്ക് നോക്കണം. അല്ലേ? എല്ലാം റെഡി ആവില്ല ബ്രോ? എല്ലാം റെഡി. 10 ദിവസം എടുക്കത്തില്ല. അതിന് മുമ്പ് നമ്മൾ 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 5 ദിവസത്തിനുള്ളിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇല്ല ചാ നമുക്ക് പോകാം. അപ്പം ഗൈസ്, അപ്പോൾ ഇനി പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ദാസപ്പൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം പുറകിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.